കാക്കു തിരക്കിലാണോ? അല്ലല്ല, ഞാൻ ഫ്രീ ആണ്. ഞാൻ കമന്റ് ബോക്സിന് വായിച്ചപ്പോ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചെറുവണ്ടികളൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ പരാതിയുണ്ടോ? നമ്മൾ ചെറുവണ്ടി കാണിക്കാം. ഇത് മോന് കേട്ടോ, നമ്മൾ അന്ത്രോപാടാണ്. അപ്പോൾ നമ്മൾ കോളീസും റിഡ്സും രണ്ട് വണ്ടിനെ കാണിച്ചാലെന്നാ. അപ്പോൾ രണ്ട് ചെറുവണ്ടി കിഡിലെ വണ്ടികൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളേ ഫസ്റ്റ് കാണിക്കുന്നത് ടൊയോട്ട കോളീസ്. കോളീസിനെ പറ്റി പറയുമ്പോഴേ ഒട്ടനവധി ആളുകൾ ഇഷ്ടപ്പെടുന്ന 1999 മുതൽ 2000 to 2004 വരെ ഒരു തരംഗം സൃഷ്ടിച്ച വണ്ടിയാണ് ഈ ഒരു വണ്ടി കോളീസ്. ഇതിന് ശേഷമാണ് പിന്നെ 2005 ടൊയോട്ട ഇന്നോവയെ പുറത്തിറക്കുന്നത്. ഈ ഒരു വണ്ടി അന്നിറങ്ങിയിട്ട് ഇന്നും ഒരുപാട് ആരാധകരില്ലേ. ഇപ്പോഴും അടിപൊളിയായിട്ട് ഇപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആരുടെ വെച്ചാൽ ഞാനടാ പറഞ്ഞിട്ടാണ് വണ്ടി നിൽക്കുന്നത്. ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ ഒരു വണ്ടി പ്രാന്തന്മാർക്ക് അല്ലെങ്കിൽ ഒരു കോളീസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ആ വണ്ടി പ്രാന്തന്മാരൊക്കെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു ആവേശത്തോടെ നിൽക്കുന്ന വണ്ടി തന്നെയാണ് ടൊയോട്ട കോളീസ്. ഒരു കാലത്ത് നമ്മൾ ഒരുപാട് വാഹനങ്ങൾ എടുക്കുകയും വിൽക്കുകയും ചെയ്തൊരു വാഹനം കൂടിയാണ് ടൊയോട്ട കോളീസ്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഷോറൂമിൽ അധികം കാണലില്ല. നമ്മൾ ഷോറൂമിൽ കമ്മി എന്താ വെച്ചാൽ നമ്മൾ സെലക്റ്റഡ് വണ്ടികൾ കമ്മിയിലാണ് കാണുന്നത്. കാരണം തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയില്ല ക്വാളിറ്റിയിലെ വണ്ടി കാണാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കഴിഞ്ഞത്. ഇത് 2004 മോഡലിൽ വന്ന പച്ചക്കോളീസ്, അങ്ങനെ തന്നെ പറയാം. ഒരു ടൈമിൽ പച്ചക്കോളീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ വിളിച്ചിരുന്നത്. അതായത് ഇതിൽ പിന്നെ FS, GS, RS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. RS ആണ് ഫുൾ ഓപ്ഷൻ. ബമ്പറിൽ ഒരു ക്രീം കളറും പിന്നെ ബോഡിയിൽ ഗ്രീൻ കളറും. ഇത് റീസ്റ്റോർ ചെയ്ത വണ്ടി കേട്ടോ. ഇപ്പോൾ പുതിയ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി ലുക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കോളീസ് നോക്കുമ്പോഴേ എല്ലാവർക്കും ഇതിൻ്റെ ഷേപ്പാണ് ഇഷ്ടപ്പെടുക. ഇതാണ് ഞങ്ങൾ ഒരു ചതുരം ഒരു ബോക്സി ലുക്കിലാണ് ഈ ഒരു വാഹനം നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ഞങ്ങൾ ഇങ്ങനെ വന്ന് ബാക്കും നേരെ വന്ന് ഇതിങ്ങനെയാണെങ്കിൽ ഒരു ബോണറ്റ് പോയി നേരെ കട്ടിങ് പോയി ഒരു ബോക്സി ലുക്കിൽ ഒരു മാസ് വാഹനം തന്നെയാണ് കോളീസ്. ഇതിൻ്റെ റോഡ് പ്രസൻസൊക്കെ ഒരു കാലത്ത് നമ്മളൊക്കെ നോക്കി നിന്ന് പോയിരുന്നു. കോളീസൊക്കെ പച്ച കോളീസൊക്കെ പ്രത്യേകിച്ചും ഇതിലാകുമ്പോൾ ഈ RS അറിയുന്ന ഓപ്ഷനിൽ അലോയ് വീൽ വരും, സെൻട്രൽ AC വരും, ബാക്ക് വൈപ്പർ വരും. അന്നത്തെ ഇത്രയും ഓപ്ഷൻസ് വരുന്ന വണ്ടികളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നും ഇപ്പോൾ അതേ നീറ്റിൽ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇത്ര വാഹനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ബോഡി ഭാഗം കൊണ്ട് നോക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ നോക്കൽ തുരുമ്പാണ്, റസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ഈ വാട്ടർ ചാനൽ കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് കോളീസിൻ്റെ. ഇത് വൃത്തികേടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായി കിട്ടില്ല. പിന്നെ ഈ ബോഡി ലൈനിങ്ങുകളൊക്കെ കണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ട് നേരെ ഈ ബാക്ക് വരെ വരുന്ന ലൈനിങ്ങുകളൊക്കെ നല്ല ഓളം വെട്ടാതെ, അതായത് തട്ടും മുട്ടും പുട്ടിയൊന്നും അധികം കയറാതെ നല്ല വൃത്തിക്ക് തന്നെ നല്ല ഷേപ്പിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 2004 മോഡൽ വണ്ടി കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് തന്നെ ഈ വണ്ടിയായിട്ട് നോക്കണം. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതേപോലെ ബാക്ക് ഭാഗം കൊണ്ടാണെങ്കിലും പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗം കൊണ്ടാണെങ്കിൽ ഈ ഗ്രില്ല് ഇതിൻ്റെ മുന്നത്തെ മോഡൽ വേറെ ഷേപ്പിലാട്ടോ വരുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഫേസ് ലിഫ്റ്റ് ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ തന്നെയാണ്. ഗ്രില്ലിലും ഹെഡ്ലൈറ്റിലും ബമ്പറിലൊക്കെ ഈ 2000, 2001 മോഡലിൽ 2002 മോഡലിലൊക്കെ കോളീസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം പരിചയപ്പെടുത്തുമ്പോഴേ ഇതിപ്പോൾ 2,90,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില. ഇപ്പോൾ കോളീസ് നിലവിൽ മാർക്കറ്റിൽ 75,000 രൂപ മുതൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. 2000, 2001 FS അല്ലെങ്കിൽ AC മാത്രമല്ല വണ്ടിയുണ്ട്. ACയും പവർ സ്റ്റാരിങ്ങും വരുന്ന വണ്ടിയുണ്ട്. AC പവർ സ്റ്റാരിങ്ങും പവർ വിൻഡോ വരുന്ന വണ്ടിയുണ്ട്. സെൻട്രൽ AC ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ഫുൾ ഓപ്ഷനാണ് ഈ ഒരു വണ്ടി കാണുന്നത്. ബാക്ക് വൈപ്പറും സെൻട്രൽ ACയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനൊരു മോഹവിലയാണ്. അതായത് വണ്ടിൻ്റെ കണ്ടീഷനും കംഫർട്ടിനനുസരിച്ച് ഇതിന് മോഹവിലയാണ് ഇപ്പോൾ കോളീസിനുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റിലൊരു വണ്ടി കണ്ടപ്പോൾ നിങ്ങൾ ഈ മാളെ കാണിച്ചതാണ്. ഇനി ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓടിക്കുന്നതിൻ്റെ മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സൗണ്ട് ഉണ്ട്, ഒരു വികാരം തന്നെയാണത്. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമുണ്ടായൊരു വണ്ടി കൂടി കേട്ടോ കോളീസ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ്ട് ഈ സീറ്റിലിരുന്ന് ഓടിക്കുമ്പോൾ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹൈറ്റിലിരിക്കുന്ന പോലെയാണ്. ഇവിടെ ഇരുന്ന ഈ ബോണറ്റ് നമുക്ക് ഫുള്ളായിട്ട് കാണും. ഒരു മാസിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് മേലെ നിന്ന് തോന്നുന്ന ഒരു ഫീലാണ്. ആരടാ വെച്ചാൽ ഞാനടാന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞു. അതാണ് കോളീസിനെ പറ്റി പറയാനുള്ളത്. ഒരു വില്ലൻ വണ്ടി തന്നെ പറയാം. പിന്നെ
ആ സൗണ്ട് എങ്ങനെയുണ്ട് ഒന്ന് പാടെ സ്റ്റാർട്ട് ചെയ്യാം. ചില ആൾക്കാർക്ക് ഇന്നോവ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് നല്ല ഇഷ്ടമാണ്. എനിക്ക് കോളീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് നല്ല ഇഷ്ടമാണ്. ജസ്റ്റ് ആ സൗണ്ട് കേട്ടോളൂ കേട്ടോ. കോളീസ് സ്റ്റാർട്ടാണ് സൗണ്ട് അടിപൊളിയല്ലേ. ഡീസൽ വണ്ടിയാണ് ഇത്, ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടെങ്കിൽ ടൊയോട്ടൻ്റെ ഇത് സ്റ്റിയറിംഗ് കവർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ടൊയോട്ടൻ്റെ 2004 വന്ന കോളീസിൽ വന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിലെങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ല രസമാണ്, ഓടിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടും. പിന്നെ സിമ്പിളായിട്ട് അധികം വണ്ണൊന്നും ഇല്ലാതെ ഒരു സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. ഓടിക്കാൻ നല്ല രസകരം. പിന്നെ ഇതാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ സെൻട്രലൈസ് ചെയ്യേണ്ട ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ പുതിയ വണ്ടികളിലൊക്കെ സെൻട്രലൈസ് ക്യൂട്ടായിട്ട് ഇതിൻ്റെ റൂഫിലൊക്കെ കൊടുക്കും. ഇത് ഇതേപോലെയാണ് ഇതിൻ്റെ സെൻട്രലൈസ് അന്നത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇതുണ്ടെങ്കിൽ സീറ്റ് സിംഗിൾ സീറ്റാണ്. കോളീസിൽ 2000-2001 ബെഞ്ച് സീറ്റും വരുന്നുണ്ട്. മുന്നിൽ തന്നെ 3-4 ആൾക്കാർക്ക് ഇരിക്കാം, അത്രത്തോളം ഗ്യാപ്പ് ഉണ്ടാവും. ടാക്സിക്കാരൊക്കെ ഒരുപാട് ഓടിച്ച് ഉപയോഗിച്ചിരുന്നൊരു വണ്ടിയാണ് കോളീസ്. ഇപ്പോഴും ടാക്സിക്കാർ നല്ല അടിപൊളിയായിട്ട് കോളീസ് ഉപയോഗിക്കണ കാണാറുണ്ട്. നല്ല വൃത്തിക്ക് ഉപയോഗിക്കണ ടാക്സി കോളീസുകൾ നമ്മൾ കാണാറുണ്ട്. അടിപൊളി ആ ടാക്സി ലുക്കിലൊക്കെ ഏരിയയിലൊക്കെ വെച്ച് ഫിറ്റിങ്സൊക്കെ ചെയ്ത് ആ കോളീസ് ഇങ്ങനെ വരുന്ന ലുക്ക് കാണാണ്ടല്ലോ, മോനെ വേറെ ലെവൽ തന്നെ. അതങ്ങനെ തന്നെ പറയണം. കോളീസിന് ആരാധകർ ഒരുപാട് ആൾക്കാരില്ലതാണ്. പിന്നെ ഇതേപോലെ ഈ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഗ്ലാസ് സിംഗിൾ ഗ്ലാസ്സാണ്. ഇവിടെ തന്നെ ഇങ്ങനെ നീക്കുന്ന ഗ്ലാസ് വരുന്ന കോളീസും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളെ ചെറുപ്പകാലത്തൊക്കെ അല്ലെങ്കിൽ മുന്നേ കോളീസ് ഉപയോഗിച്ചിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതേലും ഒന്ന് കമൻറ്റ് ചെയ്യും, മോഡൽ ഏതേലും. ഈ നീക്കുന്ന ഗ്ലാസ്സിലൊക്കെ പല ആൾക്കാർക്കും പല അനുഭവം ഉണ്ടാവും. ഈ കല്യാണത്തിനൊക്കെ ഈ ടാക്സിയിൽ വണ്ടി പോകുമ്പോഴൊക്കെ ഈ കോളീസ് കയറാനൊക്കെ ആൾക്കാർ തല്ലുകൂടിയുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അതേപോലെ ഇതിലൊരു 5-8 ആൾക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്നോവയിൽ പോകുന്നതിലേറെ ആളുകൾക്ക് ചിലപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഈ ബാക്ക് സ്പേസ് കൊണ്ടൊക്കെ കോളീസിലുണ്ടാവും. അതേപോലെ ബൂട്ട് ഓപ്പൺ ആക്കുമ്പോഴും അത്യാവശ്യം നമുക്ക് വേണ്ട സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ആക്കുമ്പോഴും ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്ന ഓപ്ഷനാണ്. അതേപോലെ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാട്ടോ. അപ്പോൾ നമ്മളെ കോളീസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കോളീസിൻ്റെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോഴേ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മുന്നിൽ മൊത്തം കണ്ടിട്ട് തന്നെ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടിന് നമ്മളൊക്കെ ഒരു കച്ചവടം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കോളീസിൻ്റെ ഒരു ഭാഗം പോയാലും ഇത് എത്തേണ്ട അധീനത്തേക്ക് എത്തുന്നു. അത് ശരിക്കും കോളീസ് അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ടായി കിട്ടിയാൽ മതി, എത്തേണ്ട ഭാഗത്തേക്ക് ആളെത്തും. ഏത് കുന്നും മലയും അടിപൊളിയായിട്ട് കയറിപ്പോകും. ഒരു 4 വീൽ ജീപ്പിൻ്റെ ഉപയോഗം നടത്താൻ പറ്റും. പിന്നെ കോളീസിലില്ലേ, ഈ കോളീസിൽ ബാക്കത്തെ 2 സീറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിൽ ബൈക്ക് കയറ്റി കൊണ്ടുവരുന്ന വരെ ഞാൻ കണ്ടു. ബൈക്ക് കയറ്റിയിട്ട് കോളീസിൽ അത്രത്തോളം ലോഡ് കയറ്റി പോകാനും പറ്റിയൊരു സാധനമാണ് കോളീസ്. കംഫർട്ടിൽ യാത്ര ചെയ്യണോ അതിനും പറ്റുന്ന കോളീസ്. പിന്നെ ഇത് ഓടിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് പവർ സ്റ്റാറിങ്ങിൻ്റെ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഭാഗത്തും ഇത്രയും നീളം വലിപ്പമുള്ളൊരു വണ്ടിയാണല്ലോ, സിമ്പിളായിട്ട് ഓടിച്ചെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഒടിച്ചെടുത്ത് നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു കിടിലൻ വണ്ടി തന്നെയാണ് കോളീസ്. ആ കോളീസിനെ വിശേഷിപ്പിക്കാൻ നിന്നാലേ സംഭവം തീരൂല. ഇത് കണ്ടപ്പോൾ പിന്നെ 2004 അത് മനസ്സിലാക്കണം. നമ്മളെ ഇന്നോവൻ്റെ ക്രിസ്റ്റൻ്റെ ഒന്നും പവർ കുതിച്ചു പോക്കൊന്നും ഇല്ലെങ്കിലും ആക്സിലേറ്റർ കൊടുത്താൽ നമ്മളെ ലാഗ് അടിപ്പിക്കാതെ ആള് പോകും. ഇപ്പം 4 ഗിയറിലാണ്, അത്യാവശ്യം നല്ലൊരു കയറ്റാണ് കേട്ടോ. മുന്നിൽ ഇത് അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു 4 ഗിയറിൽ പോകുമ്പോൾ തന്നെ ഈ ഒരു കയറ്റത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് 5 ഗിയറിൽ മാറ്റിയാലും വണ്ടിക്ക് വലിയ എറിയൊന്നുമില്ല, ആള് പോയിക്കോളും. ഡീസൽ എഞ്ചിനാകുമ്പോൾ അത്യാവശ്യം മൈലേജും ഉണ്ടാവും. മൈലേജ് ഏകദേശം 8, 9, 10 കിലോമീറ്റർ എന്തായാലും നമ്മുടെ ഡ്രൈവിങ്ങിനനുസരിച്ചൊക്കെ മൈലേജ് കിട്ടേണ്ടതാണ്. പിന്നെ ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ച വണ്ടിയാണ് കോളീസ്. ഈ വണ്ടിയല്ല കേട്ടോ, കോളീസ് പല വണ്ടികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ AC ഇപ്പോൾ നമ്മൾ AC ഇട്ടിക്കണു. AC തണുത്ത് വരുന്നേ ഉള്ളൂ. 2004 ആകുമ്പോൾ വില്ലേജ് ക്ലാസിക് വാഹനങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ മനസ്സിൽ ആ ഒരു ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കണം, ആ ഒരു ഫീല്. പക്ഷേ സ്റ്റിയറിങ് നല്ല സ്മൂത്ത് ഉണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻസ് ഒക്കെ അടിപൊളിയാണ്. ഈ ഒരു വണ്ടീൻ്റെ ഓടിക്കാനും നല്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. ബോഡി ഭാഗം കൊണ്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ഒരു വണ്ടി കണ്ടപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട പ്രത്യേകത യാത്ര ചെയ്യാൻ അടിപൊളി കംഫർട്ടാട്ടോ. ഇതിൻ്റെ സെൻട്രൽ സീറ്റ് ആണെങ്കിൽ ഏറ്റവും ബാക്കത്തെ സീറ്റിൽ വരെ യാത്ര ചെയ്യാനും നല്ല കംഫർട്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെൻട്രലൈസൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. പിന്നെ ഒരു സാധനം കാണിച്ചാൽ നിങ്ങൾക്ക് നമ്മളൊക്കെ പിന്നെ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് നമ്മൾ പല വണ്ടിയിലും പല മോഡലാണ് കാണുന്നത്. ഇപ്പം നമ്മൾ പ്രീമിയം വണ്ടിയിലൊക്കെ ബട്ടണായി, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വലിക്കുന്ന ടൈപ്പിലാണ് വരിക. ഇതൊക്കെയാണ് നിങ്ങൾ ഒറ്റ വലി മേലക്കും. പിന്നെ ഇതേ ആദ്യം എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരു കസ്റ്റമർ വണ്ടി എടുത്ത് പോയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി വലിയില്ലായിരുന്നു വാണ്ടുന്ന കച്ചറ.
ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഇയാൾക്ക് എമ്മത്ത് അറിയില്ല. ഇയാൾ ഇതിനെ കുറിച്ച് താത്തും ഈ സാധനം താവൂല. ഇതാണ്ടോ, ഇതെങ്ങനെ തള്ളിയാലും ഇത് താഴത്തേക്ക് താവൂല. അങ്ങനെയൊക്കെ എല്ലാ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണേ. അതൊന്നുമില്ല. ഈ സാധനത്തിന് ഇവിടെ ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളൊന്ന് മേലേക്ക് വലിക്കണം. വലിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് നേരെ താഴത്തേക്ക് താത്തിയാൽ സിമ്പിളായിട്ട് താവുകയും ചെയ്യും. ഒറ്റ വലി മേലേക്ക് വലിച്ചാൽ ഹാൻഡ് ബ്രേക്ക് ഓണായി. ഇത് എമ്മത്ത് നമ്മൾ താഴത്തേക്ക് താത്തിയാലും താവൂല. ഇതാണ്ടോ, എമ്മത്ത് നമ്മൾ താത്തിയാലും താവൂല. ഇത് ഇതേപോലെ ഒന്ന് മേലേക്ക് ഇവിടെ ബട്ടൺ വലിച്ചിട്ട് ഒന്ന് മേലേക്ക് വലിച്ചിട്ട് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് താഴത്തേക്ക് ആക്കാനും പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഇതിൻ്റെ ഗിയർ ലിവർ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കൈ വെച്ചാണ്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, വേറൊരു ഫീലാണ്. ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ന്യൂ ജെൻ ടെക്നോളജികളൊക്കെ വന്ന വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടാത്തൊരു ഫീല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കാരണം ഇങ്ങനെ വണ്ടിയായിട്ട് പോകുമ്പോൾ നമ്മളൊരു വണ്ടി ഓടിച്ചു പോണ ഫീല്, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രൈവറാണ് അതൊക്കെ തോന്നിപ്പോകും. കാരണം മറ്റേ എല്ലാ ഓപ്ഷൻസും വന്ന് ഓട്ടോമാറ്റിക് ഗിയർ ഇട്ട് നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അതിൽ വലിയ രസമൊന്നുമില്ല. ഈ ഗിയറൊക്കെ ഇങ്ങനെ മാറ്റി എന്നൊക്കെ പോകുമ്പോൾ കിട്ടുന്ന രസം, ആ DH ഇപ്പോൾ ഓടുന്ന രസം, ആ ഒരു ഫീലൊക്കെ തന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അത്തരം വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ധൈര്യമായിട്ട് വാങ്ങിച്ചോളി. ചെറിയ രീതിയിൽ കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ ശരിയാക്കി അടിപൊളിയായിട്ട് കൊണ്ടുനടക്കേണ്ടി വരും. കംപ്ലൈൻറ്റ് വന്നേക്ക് നൂലൊളിച്ച് പേടിച്ച് പെരിയ പോയിരുന്ന് ഞാൻ കുടുങ്ങിക്കണോ പെട്ടിക്കണോ എന്ന് പറയണേ ആൾക്കാർക്ക് പറ്റുന്ന വണ്ടി അല്ല ഇത് കേട്ടോ. അങ്ങനെയും പറയണം, കാരണം പഴയ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ പേപ്പറും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അത്യാവശ്യം കൊണ്ടിടക്കണമെങ്കിലും വേണം ഒരു കഴിവ്, ഒരു തന്നെയാണ്. പിന്നെ ഇത് എന്താ വെച്ചാൽ ഈ വണ്ടിൻ്റെ പ്രത്യേകത എൻജിൻ കണ്ടീഷൻ ഉണ്ടായാൽ മതി, ആൾ ഓടിക്കോളും. പിന്നെ ഇതിന് ഇൻഷുറൻസ് എമൗണ്ട് ഇത്രയും വരാമെന്നില്ല വണ്ടിയാണ് വേണ്ട കാര്യമില്ല. ഇൻഷുറൻസിന് ഏകദേശം 10-15,000 റുപ്യ. പിന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് തന്നെ 9 സംതിങ് 10,000 രൂപേൻ്റെ അടുത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് തന്നെ വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്താണ് കോളീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ യാർഡ് പോയിട്ട് ഒരു മാരുതിൻ്റെ റിഡ്സ് ഉണ്ട് അവിടെ, അതും പാടെ കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ഷോറൂമിലെത്തി. മാസമാട്ടോ സാധനം ഇങ്ങനെ ഓടി വരാൻ. അതേപോലെ ഇപ്പോഴത്തെ ഒരു പടത്തിൽ ഇത് ട്രെൻഡ് ആയിക്കണു കോളീസ്. ഏതിലാ എനിക്കറിയോ, ഏതോ ഫഹദ് ഫാസിലിൻ്റെ ഡാ മോനെ അറിയുന്നൊരു പടമുണ്ട്. ആ പടത്തിൽ ഇപ്പോൾ കോളീസ് നല്ല ഓട്ടോ ഓടിക്കണ്. അതേപോലെ ഈ ചെറിയ വിലക്ക് വണ്ടി വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് മാരുതി റിഡ്സ്. അപ്പോൾ മാരുതിൻ്റെ നല്ലൊരു മോഡൽ വാഹനമാണ് റിഡ്സ്. റിഡ്സിൽ VDI ഓപ്ഷനാണിത്. ഇത് 1,90,5,000 രൂപക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ല, മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വണ്ടി. കോഫി ബ്രൗൺ കളറിലാണ്. ഡീസലാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ മൈലേജ് എന്തായാലും ലഭിക്കും. ടയർ ലേശം കമ്മിയുണ്ട്, സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സീറ്റ് കവർ മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ചെറിയൊരു വണ്ടി വരില്ല, നമുക്ക് എക്സ്ചേഞ്ചിലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനങ്ങളാണ്. അത് നമ്മൾ അതേപോലെ തന്നെ കൊടുക്കലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാരുതി റിഡ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് നല്ല റീസെയിൽ മാർക്കറ്റും ഇപ്പോഴും നല്ല അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റും മെയിൻ്റനൻസ് വളരെ കമ്മിയില്ല ഒരു അടിപൊളി വണ്ടി തന്നെയാണ് മാരുതി. പിന്നെ ടെർബോ എഞ്ചിന് വരുന്നതുകൊണ്ട് തന്നെ നല്ല പവർ ഉണ്ടാവും. ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റിയൊരു മോഡൽ തന്നെയാണ് മാരുതി റിഡ്സ് VDI. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. പിന്നെ മാരുതി റിഡ്സിനെ കാണിക്കാത്തതെന്ന് വെച്ചാൽ മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗിയർ മാറ്റാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇത്ര ഒരു വാഹനമാരുണ്ടായപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുമായി പങ്കുവെച്ച് താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്.